വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവിന് ഗുരുതര പരിക്ക്. പനമരം അമ്മാനി സ്വദേശി സത്യജ്യോതിക്കാണ് നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റത്. സത്യജ്യോതിയെ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പ്രതിരോധ സംവിധാനങ്ങൾ കാര്യക്ഷമമല്ലാത്തതാണ് കാട്ടാന ഇറങ്ങാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. രാവിലെ 5:30 മണിയോടെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ഇവിടെ പനമരത്ത് നിന്ന് നീർവാരത്തേക്ക് പോകുന്ന റോട്ടിൽ വെച്ചാണ് സത്യജ്യോതിയെ കാട്ടാന ആക്രമിച്ചത്. പ്രദേശവാസികളായ ആളുകൾ നമ്മളോടൊപ്പം ഉണ്ട്. റോട്ടിൽ കിടക്കുന്ന സ്ഥിതിയിലാണ് കണ്ടത്. അപ്പോൾ കാലൊന്നും തൊടുമ്പോൾ വേദനയുണ്ടായിരുന്നു, നല്ല വേദനയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാറിലൊന്നും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. ഒരു ആംബുലൻസ് വിളിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആംബുലൻസ് പോലും വന്നത്. ഈ ആന മിക്കവാറും ദിവസങ്ങളും ഈ അമ്മാനിയൊക്കെ എപ്പോഴും ഇറങ്ങുന്നതാണല്ലോ. ഇതിപ്പോൾ ഇന്നലെ രാത്രി ഉണ്ടോ ആന ഈ ഭാഗത്ത്? സാധാരണ രീതിയിൽ ആന ഇറങ്ങിയാൽ രാവിലെയാണ് അത് തിരിച്ചു പോവുക. ഫോറസ്റ്റിൽ നിന്ന് ആന ഇറങ്ങുന്നത് സംരക്ഷിക്കാതെ വാച്ചർമാർ തിരിച്ചോടിക്കാനുള്ളൊരു സംവിധാനമാണ് ചെയ്യുന്നത്. ഈ പ്രദേശത്ത് ഈ ആനയുടെ പ്രതിരോധ വേലി നിർമ്മാണം വൈകുന്നതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. നിലവിലുള്ള വേലി പൊളിച്ച് കളഞ്ഞതിന് ശേഷം പുതിയ വേലിയുടെ നിർമ്മാണം പൂർത്തിയായിട്ടുമില്ല. അതിനെക്കുറിച്ചുള്ള പരാതികളൊക്കെ നിലവിൽ തന്നെ സർക്കാരിലേക്ക് പലതവണ പോയിട്ടുണ്ട്. എന്താണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? ദാസനക്കര മുതൽ പാതിരിയമ്പം വരെയുള്ള ഒരു ഏരിയയിലാണ് ഇത് പദ്ധതി പാസ്സായിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ഇവിടെ നിലവിൽ ഒരു വൈദ്യുത വേലി പ്രവർത്തനക്ഷമമാണ്, ഒരു ട്രെഞ്ച് ഉണ്ട്, അതും പ്രവർത്തനക്ഷമമാണ്. പക്ഷേ ഇവർ സൈറ്റ് ക്ലീൻ ചെയ്തതിന് ശേഷം വലിയ തോതിൽ നമുക്ക് ഇവിടെ ആനശല്യം വർദ്ധിച്ചിട്ടുണ്ട്. അത് ഇവിടെയുള്ള കർഷകരോടൊക്കെ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. സൈറ്റ് ക്ലീൻ ചെയ്ത സമയത്ത് ഫെൻസിങ് കട്ട് ചെയ്ത്, ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ടായിരുന്നു, കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ട്രെഞ്ച് നികത്തിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. സംസ്ഥാനത്ത് ഈ വന്യജീവി ശല്യം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കും അതുപോലെ തന്നെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്കും കളക്ടർക്കും ഉൾപ്പെടെ ഇതിൻ്റെ പരാതി ഞാൻ ഇമെയിൽ വഴി കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ 4 പരാതി ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും തന്നെ കൃത്യമായിട്ടുള്ള മറുപടി അന്വേഷണമൊന്നും ഉണ്ടായിട്ടില്ല. DFO തന്നൊരു ഉറപ്പ് ഈ ഡിസംബറോട് കൂടി വർക്ക് പൂർത്തിയാക്കും എന്നുള്ളതാണ് ഒരു ഉറപ്പ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കുടുംബത്തിന് ഇപ്പം ചികിത്സയായിട്ട് ബന്ധപ്പെട്ടിട്ട് പൂർണ്ണമായും സൗജന്യമായ ചികിത്സ നൽകും എന്നുള്ള ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്. കൃത്യമായിട്ടുള്ളൊരു നഷ്ടപരിഹാരം അതും ചെയ്യാന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വാച്ചർമാരുടെ ഒരു അഭാവം ഉണ്ട്, അവിടെ കുറച്ച് കുറവുണ്ട്. അപ്പം അതിന് പരിഹാരമായിട്ട് ആവശ്യത്തിനുള്ള ആളുകളെ നിയമിക്കുക എന്നുള്ളതും കൂടെയുള്ള ഒരു ഉറപ്പ് കൂടി തന്നിട്ടുണ്ട് ഈ സമയത്ത്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.